ഹായ്, ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫേമിൻ്റെ ഒരു ഡ്രിൽ ബെഞ്ചാണ്. അതായത് ബെഞ്ച് ഡ്രിൽ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ ആദ്യം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിയപ്പോൾ ഇതിന് 16,000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു മോഗ്ലിക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ industryBuying.com എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ വേറൊരു വെബ്സൈറ്റ്, അതിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്കിത് കിട്ടിയേക്കുന്നത് 16,300 രൂപയ്ക്കാണ് കിട്ടിയത്. അതായത് ആമസോണിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 5,000 രൂപയുടെ ഡിഫറൻസിലാണ് കിട്ടിയത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഇത് ഫേം എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം ബ്രാൻഡഡ് കമ്പനിയൊക്കെ തന്നെ. യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമിൻ്റെ തന്നെ അവരുടെ കമ്പനി വീഡിയോസൊക്കെ കാണാനായിട്ട്. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്കൊരു മാനുവലുണ്ട്. പിന്നെ വന്നേക്കുന്ന ഇത് ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുറക്കുന്നൊരു സാധനം ഇത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വരുന്നത് ഇതിൻ്റെ ബേസാണ്. ഇതാണ് ഇതിൻ്റെ ബേസ്, ഏറ്റവും താഴത്തെ പാർട്ട്. ഇതിൻ്റെ സെൻട്രൽ പാർട്ട് നമുക്ക് തിരിക്കാനൊക്കെ പറ്റും. ഇതിൽ 45 ഡിഗ്രി തിരിക്കാം രണ്ട് സൈഡിലേക്ക്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. അങ്ങനെ ഈ സ്ക്രൂ ആയിരിക്കും മിക്കവാറും. ഈ സ്ക്രൂ ആയിരിക്കും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരുപാട് വലിയ കട്ടിയൊന്നുമില്ല ഈ സാധനത്തിന്, എന്നാലും ഓക്കെ, നമ്മുടെ സാധാരണ ചെറിയ വർക്കിനൊക്കെ നല്ലതാണ്. വലിയ ഹെവി വർക്കിനൊന്നും കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വന്നേക്കുന്ന ഇതിൻ്റെ മാർക്കറൊക്കെയാണ്. ഇത് കുറച്ച് ഇതിൻ്റെ സ്ക്രൂസും ഇതിൻ്റെ ഹാൻഡിൽ ലിവറൊക്കെ ഇത്രയേ ഉള്ളൂ, തീരെ ചെറുതാണ്. മറ്റേ വലിയ മെഷീൻ കൂട്ടൊന്നും അല്ല, തീരെ ചെറിയ ഹാൻഡിൽ ലിവറാണ്. പിന്നെ ഇതതിൻ്റെ നമ്മുടെ എന്താ പറയുക, സ്റ്റോപ്പർ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 10 mm നമുക്ക് ഡ്രില്ല് ചെയ്താൽ മതിയെങ്കിൽ ആ 10 എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ച് ആ മാർക്കിങ് ഈ മാർക്കിങ് നോക്കിയിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചക്കും അതിൻ്റെ കീയുമാണ്. ചക്ക് നല്ല ചക്കാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ. ഇനി നമ്മളിതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോകണം. ഇതാണ് അതിൻ്റെ മോട്ടർ. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വലിയ മോട്ടറാണ്, പക്ഷേ നമ്മുടെ അരയുടെ മോട്ടർ പോലെയൊക്കെയാണ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പാർട്ട് കൂടെ ഉള്ളൂ, അത് നമ്മുടെ സ്റ്റാൻഡാണ്. അതിൻ്റെ പില്ലർ നടുക്കത്തെ. ഈ പില്ലർ സത്യത്തിൽ 1 കിലോ പോലും വെയിറ്റ് ഇല്ല, കണ്ടില്ലേ? വലിയ വെയിറ്റ് ഒന്നും ഇല്ല സാധനം. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഏതാണ്ട് 10 കിലോ വെയിറ്റ് ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യാൻ. നല്ല ടൈറ്റായി സാധനം. ഇതിങ്ങനെ മോട്ടറും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇത് നല്ല സോളിഡായിട്ട് ഇരുന്നോളും. അത്യാവശ്യം എല്ലാ പരിപാടിക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടുത്തതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് ഇതിൻ്റെ ബെൽറ്റൊക്കെ കിടക്കുന്നത്. സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതൊരു LN കീ അതിൻ്റെ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ളത്, ഇതിൻ്റെ ബെൽറ്റ്. എന്തൊക്കെ കോമ്പിനേഷനിൽ ബെൽറ്റ് ഇടാമെന്നുള്ളത്. ഇത് 500 റൊട്ടേഷൻ പെർ മിനിറ്റ് ആണെങ്കിൽ ഏറ്റവും താഴത്തെ പുള്ളി, ഈ സൈഡിലെ ഏറ്റവും താഴത്തെ പുള്ളി. ഇത് ചുമ്മാ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മാക്സിമം സ്പീഡ് ഏറ്റവും ടോപ്പിലിടുമ്പോഴാണ്. ഇതിപ്പോൾ ഏതാണ്ട് മീഡിയം സ്പീഡിലാണ് കിടക്കുന്നത്. ഇവിടെ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്. ഇവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഈ മെഷീൻ ഓൺ ആകത്തില്ല. കാര്യം ഇതിൻ്റെ ഒരു ലിമിറ്റ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്, കാണാം. അപ്പോൾ ഇത് അടച്ച് വെച്ചാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന ഇതാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ബട്ടൺ. ഇതാണ് മോട്ടറിൻ്റെ ഓൺ ബട്ടൺ. ഇതൊരു മാഗ്നറ്റിക് സ്വിച്ചാണെന്ന് തോന്നുന്നു. ഇത് പവർ വന്നാലേ ഈ സ്റ്റോപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ, തിരിച്ചു വരത്തുള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഈ സാധനം, ഈ മാർക്കർ ഇടേണ്ടത്. ഇതിനകത്ത് വരുന്നത് ഇവിടെ ആയിട്ടൊരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അത് എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു ലേസർ ഗൈഡ് കൂടെ ഉണ്ടെന്ന്. അത് ഇതിൻ്റെ കൂടെ ഇല്ല. സാധാരണ അവരുടെ ഇതിൽ എഴുതിയിട്ടുണ്ട് ലേസർ ഗൈഡ് ഉണ്ടെന്ന്, പക്ഷേ ഞാൻ ഇതിൽ ലേസർ ഗൈഡ് കണ്ടില്ല ഇതുവരെ. ഇതിനകത്ത് ലേസർ ഗൈഡ് വന്നിട്ടില്ല. കുറഞ്ഞ മോഡലായിരിക്കും, കാര്യം 16,000 രൂപയുടെ ഇതിനകത്ത് ചിലപ്പം ലേസർ ഗൈഡൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിന് ലേസർ ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പം ഇതേൽ ഫിറ്റ് ചെയ്യണം.
ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് മാക്സിമം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊരു LNG തന്നെ. ഇതിൻ്റെ ചക്ക കണക്ട് ചെയ്യാം. ഇത് ചുമ്മാ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി, ഇത് മുറുക്കൊന്നും വേണ്ട. പിന്നെ ഇതിനകത്ത് ഇതാണ്, ഇത് ചുമ്മാ കയറ്റിയും കിട്ടാം. ഇത് നമ്മൾ പിക്ചേഴ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമായിട്ട് തോന്നും, അത്രയും വലുപ്പമൊന്നുമില്ല. ഇത് 1026 എന്ന് പറഞ്ഞ മോഡലാണ്, TDM1026. ഞാൻ ഈ ലിവറൊക്കെ ഭയങ്കര വലിയ ലിവറാണെന്ന് വിചാരിച്ചു. ഇതാകെ എന്താ പറയുക, നമ്മുടെ കൈയുടെ ഇത്രയേ ഉള്ളൂ വലിപ്പം. പ്ലാസ്റ്റിക്കിനൊക്കെ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊക്കെയാണ്. ഈ സാധനം ഇട്ടില്ല. അപ്പം ഇതാണ് ഈ സാധനം, ഈ സേഫ്റ്റി ഗാർഡ്. ഈ സാധനം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ഇത് നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇവിടുത്തെ നട്ട് ഞാൻ ഈ സേഫ്റ്റി ഗാർഡിൻ്റെ ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് നട്ട് മേളിൽ നിൽക്കണം. എന്നിട്ട് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇതിങ്ങ് ഊരി മാറ്റാം. ഈ സാധനം ഇതിന് ഇവിടെ അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് ടൈറ്റായി. ഇത് നമുക്ക് സ്റ്റോപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക, ഇതിപ്പോൾ ഇതിൻ്റെ പോയിൻ്റർ ഇതാണ്. ഈ പോയിൻ്റർ എടുത്ത് ഇങ്ങോട്ട് ഇടുക. ഇത് ഇഞ്ചിലും ഉണ്ട്, MM-ലും ഉണ്ട്. റൈറ്റ് സൈഡിൽ MM കാണാം, ലെഫ്റ്റ് സൈഡിൽ ഇഞ്ച് കാണാം. താഴെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ അവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ആവും. അത്രേ പോകത്തുള്ളൂ. ലേസർ ഗൈഡ് ശരിക്കും വരുന്നതിൻ്റെ ഇവിടെ ആയിരിക്കും ആ യൂണിറ്റ് ഇരിക്കുന്ന ലേസർ. അവിടെ നിന്നൊരു പോയിൻ്റർ ഇങ്ങനെ ഇവിടേക്ക് അടിക്കും. അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ടൂൾ വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാം എവിടെ കഴിക്കേണ്ടതെന്നുള്ളത്. അത് പക്ഷേ ഈ മോഡലിലില്ല. ചിലപ്പോൾ വില കുറഞ്ഞതായതുകൊണ്ടായിരിക്കാം 16,000 രൂപയുടെ ഇതിൽ ചിലപ്പോൾ കാണും. പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്കില്ല. കാര്യം ഇതെല്ലാം ഡ്രിൽ ബിറ്റല്ല നമ്മളിടുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പോയിൻ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഒറ്റ കാര്യമുള്ള ഈ ലോക്കൽ ബിറ്റൊന്നും ഇതിലിടില്ല, നല്ല ബിറ്റ് ഇടുക. പിന്നെ അതുപോലെ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ പെട്ടെന്ന് തുരുമ്പിച്ച് പോകും. അപ്പോൾ കഴിവതും ഒരു സൈസ് ഓയിൽ മേടിക്കാൻ കിട്ടും, ഓൺലൈൻ കിട്ടും. ടൂളിന് ലൈഫിന് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു 6 mm ഒരു ബിറ്റ് എടുത്തിട്ടൊരു ഹോൾ അടിക്കാനാണ് നോക്കുന്നത്. ഇതിൽ എമർജൻസി ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇത് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്, റൈറ്റിലേക്ക് തിരിക്കണം. ഇപ്പോൾ റിലീസായി വരും. അപ്പോൾ ഇത് മോട്ടർ ഓൺ ചെയ്യുകയാണ്. ഇത് മോട്ടർ ഈ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെയാണ്. അത് ഇത്ര സൗണ്ടൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് നല്ല സ്മൂത്ത്, ഒരു കുഴപ്പമില്ല, നല്ല എളുപ്പമാണ്. ഈ വർക്ക് ബെഞ്ച് ഇച്ചിരി വേണമെങ്കിൽ കളത്തി വെക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ട് ഈ ലിവർ കൊടുത്തു. അപ്പോൾ ഇതാണ് നല്ല സംഭവമൊക്കെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. സ്റ്റോപ്പ് ചെയ്യാൻ ഈ ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ 19 സ്ഥാനത്ത് വേണം. ഇവിടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. ഇപ്പോൾ 30 ഡിഗ്രിയിലാണ് എനിക്കൊരു ഹോൾ ഇങ്ങനെ വേണ്ടുന്നതെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യം യൂസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ മറ്റേ സി ക്ലാമ്പ് വേണം. സി ക്ലാമ്പ് വെച്ചിട്ട് ഈ സാധനം ഇവിടെ ഹോൾഡ് ചെയ്യുക. എപ്പോഴും വർക്ക് പീസ് ചെറുതാണെങ്കിൽ ഹോൾഡ് ചെയ്തോളൂ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെമോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെയാണ് എനിക്ക് ഹോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ സി ക്ലാമ്പിലോ പിന്നെ വേറെ വൈസ് വാങ്ങാൻ കിട്ടും. ആ വൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോളിലേക്ക് ഇട്ടിട്ട് വൈസ് മുറുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ടൂൾസോ അല്ലെങ്കിൽ ചെറിയ മെറ്റലൊക്കെ ആണെങ്കിൽ അതേ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഒരു 30 ഡിഗ്രി ഹോൾ അടിക്കുകയാണ്. ഇപ്പോൾ 30 ഡിഗ്രി ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഈ സാധനം ഇവിടെ മുട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് തുറന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ 30 ഡിഗ്രിയിൽ അടിച്ച ഹോള്, കാണാൻ പറ്റും. ഇതണ്ട, ഇത് ആദ്യം അടിച്ച ഹോള് 90 ഡിഗ്രിയിലുള്ള. ഇതിപ്പോൾ 30 ഡിഗ്രിയിൽ അടിച്ച ഹോളാണ്.
ഇത് 11 രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല ഇതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ പിക്ചർ കാണുമ്പോൾ ഇത് ഭയങ്കര വലിപ്പമുള്ള വലിയ വർക്ക്ഷോപ്പിലൊക്കെ ഇരിക്കുന്ന മെഷീനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ചെറിയ വർക്കിനൊക്കെ ഉപകാരപ്പെടും, നല്ലപോലെ ഉപകാരപ്പെടും, പ്രത്യേകിച്ച് കാർപ്പൻട്രി വർക്കിന്. പിന്നെ ചെറിയ മെറ്റൽ പീസ് ഇതൊക്കെ കട്ട് ചെയ്യാനൊക്കെ, അല്ല വലിയ ജനലിൻ്റെ കമ്പികളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഇതിന് ഹെവി ആയിരിക്കും. കാര്യം ഇതിനൊക്കെ ഈ നമ്മൾ പറഞ്ഞ ഈ വലിയ കട്ടിയൊന്നുമില്ല. ഇതൊക്കെ ഒരു എത്ര പറയുക, ഒരു 3 mm കനമൊക്കെ ഉള്ളൂ ഈ ഷീറ്റിന്. പക്ഷേ അത്യാവശ്യം വർക്കുകളെല്ലാം ഇത് ഹാൻഡിൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതിനാകെ എൻ്റെ ഈ കൈയുടെ ഈ നീളമേ ഉള്ളൂ. ഏതാണ്ട് ഒരു 16 ഇഞ്ച് നീളവും. ഇങ്ങനെ ഹൈറ്റ് പറയുവാണെങ്കിൽ 2 അടി ഹൈറ്റ്. 2 അടി ഹൈറ്റ് ഇല്ല, 23 ഇഞ്ചേ ഉള്ളൂ. ചെറിയ വർക്കിൽ സംഭവം സൂപ്പറാണ്. നമുക്ക് സ്പീഡും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാം. ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, എമർജൻസി സ്വിച്ച് ഉണ്ട്. ഈ പറഞ്ഞ തുകയ്ക്ക് നല്ലതാണ്. പക്ഷേ 16,000 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഇതുമായിട്ട് ഒരു വ്യത്യാസമില്ല. 16 രൂപയ്ക്ക് ഈ സാധനം ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. അത് ഞാനീ ഞാനിതിൻ്റെ ലിങ്ക് താഴെ മറ്റേ ആ സൈറ്റ്, ഞാൻ വാങ്ങിച്ച സൈറ്റിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ സമയം കിട്ടുമ്പോൾ അതിന് മറുപടി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.